വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പൊ ഇന്ന് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ മാരത്തോൺ ലൈവ് ആണ്. നമുക്കറിയാം ബിസിനസ് ഓർഗനൈസേഷനിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും എങ്കിലോ നിങ്ങൾക്കായിട്ട് ഈ എക്സാമിനും തയ്യാറാക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ നമ്മളിവിടെ കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതായത് CSR. എക്സ്പ്ലെയിൻ ഇറ്റ്സ് ബെനിഫിറ്റ്സ് ആൻഡ് തിയറീസ്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് CSR എന്ന് ചോദിക്കാം, അതിന്റെ ബെനിഫിറ്റ്സ്. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതായിരുന്നു എന്താണ് CSR, അതിന്റെ തിയറീസ് ഏതൊക്കെയാണ്. ഇത് നമ്മുടെ ബ്ലോക്ക് 1-ൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ബ്ലോക്ക് 1 ഒന്നും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, കാരണം അതിൽ നിന്നൊക്കെ ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് CSR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇൻട്രൊഡക്ഷൻ ആയിട്ട്, ഇപ്പൊ ചിലപ്പോ വാട്ട് ഈസ് ബെനിഫിറ്റ് ആൻഡ് തിയറീസ് ഓഫ് CSR എന്ന് ചോദിച്ചാലും ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾ എന്താണ് CSR എന്ന് എഴുതണം, അല്ലെ. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതായത് ഇപ്പോ ഒരു ബിസിനസ് സ്ഥാപനം അവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, പ്രോഫിറ്റ് മോട്ടീവ് ആണ്, അല്ലെ. അതിനോടൊപ്പം തന്നെ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൻവയോൺമെന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും, അല്ലെ. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ആയിക്കോട്ടെ, അവരുടെയൊക്കെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കമ്പനി വളരെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുന്ന ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ CSR എന്ന് പറയുന്നത്. അപ്പൊ CSR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്. ആരോടുള്ള ഉത്തരവാദിത്തം, ബിസിനസ് സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്തത്തിനെയാണ് നമ്മൾ CSR എന്ന് പറയുന്നത്. ഓക്കെ, കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയിൽ നിന്നുള്ള റിസോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് ബിസിനസ് അവര് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. സോ ബിസിനസ്സിന് എന്തുണ്ട്, അവരുടെ സൊസൈറ്റിയോട് കുറച്ച് കമ്മിറ്റ്മെന്റ് ഉണ്ട്, അല്ലെ, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ സൊസൈറ്റിക്ക് സൊസൈറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള സ്കൂളുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുക, ഇതൊക്കെ എന്താണ്, ഒരു ബിസിനസ് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബെനിഫിറ്റ് ഓഫ് CSR കുറിച്ചിട്ടാണ്, അല്ലെ. CSR ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് CSR ഫോളോ ചെയ്താൽ ഗുണം എന്താണ്, ഇംപ്രൂവ് ഗുഡ് വിൽ ആൻഡ് റെപ്യൂട്ടേഷൻ, അല്ലെ. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. CSR അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോളോ ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്ക് സൊസൈറ്റിയിൽ നല്ല പേരും ആളുകൾക്കിടയിൽ ആ ഒരു ബിസിനസ്സിന് നല്ലൊരു വിശ്വാസവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നോക്കി നോക്കൂ, ഇൻക്രീസ് കസ്റ്റമർ ലോയൽറ്റി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും, അല്ലെ. അതായത് CSR ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസിന്റെ കസ്റ്റമേഴ്സിന് ആ ഒരു ബിസിനസിനോട് വളരെയധികം വിശ്വാസം ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, എൻഹാൻസസ് എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെ. അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ അതിൽ ആരും കൂടെ ഉൾപ്പെടുന്നുണ്ട്, ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനോടുള്ള റെസ്പോൺസിബിലിറ്റിയും കൂടെ ഉൾപ്പെടുന്നുണ്ട്. അതായത് അവർക്ക് നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള സാലറി പേ ചെയ്ത് കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തതാണ് പ്രൊട്ടക്ട് ദി എൻവയോൺമെന്റ്, അല്ലെ. അതായത് എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതായത് ഇതൊക്കെ CSRന്റെ അണ്ടറിൽ വരുന്നതാണ്. അതായത് സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ് എന്ത്, ആ ഒരു എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. അതായത് നമ്മൾ ഈ മലിനീകരണങ്ങളൊക്കെ കുറയ്ക്കുക, അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ഈ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക, അതായത് പരിസ്ഥിതിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആവുക. അതുപോലെ തന്നെ പ്രൊമോട്ട്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അല്ലെ. അതായത് നമ്മളിപ്പോ ഇന്നത്തെ ആ ഒരു സൊസൈറ്റിയോടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുമ്പോ ഫ്യൂച്ചറില് എന്താണ്, നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യാണ്, ഒരു കോട്ടം സംഭവിക്കാതെ അതിനാ ഒരു സൊസൈറ്റിയിൽ നിലനിന്ന് പോവാൻ പറ്റും. ഇനി ഭാവിയിൽ എന്തെങ്കിലും ഈ ബിസിനസ്സിന് ത്രെഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഓവർകം ചെയ്തിട്ട് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു നിലനിൽപ്പ് ബിസിനസ്സിന് ഉണ്ടാകും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ബെനഫിറ്റ്സ് എന്ന് പറയുന്നത്.
ദെൻ അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഇനി അതല്ലാത്ത കുറച്ച് എന്താണ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ CSR ഫോളോ ചെയ്യുന്ന കമ്പനികളിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യിപ്പിക്കാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു തിയറീസ് ഓഫ് CSR അല്ലെ. പ്രധാനമായിട്ടും ക്ലാസിക്കൽ തിയറി, സ്റ്റേക്ക് ഹോൾഡർ തിയറി, സോഷ്യൽ കോൺട്രാക്ട് തിയറി, ലെജിറ്റിമസി തിയറി, അങ്ങനെ കുറച്ച് തിയറികൾ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൂടുതലായിട്ടും ക്ലാസിക്കൽ തിയറിയും അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡർ തിയറിയും അതുപോലെ തന്നെ ബോട്ടം ലൈൻ തിയറി അല്ലെ, അങ്ങനെ 2-3 തിയറികൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ആൻഡ് ഇതില് ഈ നമ്മുടെ ഈ ക്ലാസിക്കൽ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് സാധാരണ, അതായത് ക്ലാസിക്കൽ തിയറിയിൽ എന്താണ്, ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ഒരു തിയറിയാണ്. അതായത് ഒരു ബിസിനസിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ബിസിനസ് എന്ത് ചെയ്യാണ്, പ്രോഫിറ്റ് മേക്കിങ്ങിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് ബിസിനസ് അല്ല സൊസൈറ്റിയോടുള്ള കമ്മിറ്റ്മെന്റ്, മീൻസ് സൊസൈറ്റി സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് ബിസിനസിന്റെ ജോലിയല്ല, അത് ഗവൺമെന്റിന്റെ ജോലിയാണ്. അങ്ങനെ ഒരു തിയറിയാണ്. അതായത് ബിസിനസിന്റെ ജോലി എന്താണ്, അവർ മാക്സിമം പ്രോഫിറ്റ് മേക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ബിസിനസിന്റെ ജോലി. ദെൻ സ്റ്റേക്ക് ഹോൾഡർ തിയറി എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഇപ്പോ ഒരു കമ്പനി അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമല്ല, ആ കമ്പനിയുമായി ബന്ധപ്പെട്ട എംപ്ലോയീസ്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ഗവൺമെന്റ്, സൊസൈറ്റി, അതായത് ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സ്റ്റേക്ക് ഹോൾഡർ എന്ന്. അപ്പൊ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് തിയറിയാണ്. അതുപോലെ തന്നെ വേറൊരു തിയറിയാണ് നമ്മുടെ ബോട്ടം ലൈൻ തിയറി അല്ലെ, 3 ബോട്ടം ലൈൻ തിയറി. അതില് നമ്മള് എന്താണ്, ഒരു ബിസിനസ് പ്രോഫിറ്റ് എന്നുള്ളതിനോടൊപ്പം തന്നെ എത്തുകൂടെ ഫോളോ ചെയ്യണം, അതായത് പീപ്പിൾ, പ്ലാനറ്റ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് അല്ലെ. അതായത് എന്താണ്, സൊസൈറ്റിയോട് കമ്മിറ്റ്മെന്റ് വേണം, കസ്റ്റമേഴ്സിനോടും എംപ്ലോയീസിനോടും കമ്മിറ്റ്മെന്റ് വേണം, അതുപോലെ തന്നെ വേറെ ആരോടും കൂടെ വേണം, മീൻസ് പ്രോഫിറ്റ്, അതിനോടൊപ്പം തന്നെ പ്രോഫിറ്റ് മോട്ടീവ്, അതായത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവാം. പ്രോഫിറ്റും അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ഒരുമിച്ച് കൊണ്ടുപോവാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് തിയറീസ് ആയിട്ട് ചോദിക്കുന്നത്. ദെൻ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഇ കൊമേഴ്സ്? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ കൊമേഴ്സ് ആൻഡ് ഇ കൊമേഴ്സ് അല്ലെ, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് നമ്മൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് ദി ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ ദി ഇന്റർനെറ്റ് അല്ലെ. ഇന്റർനെറ്റ് വഴി നമ്മൾ എന്ത് ചെയ്യാണ്, ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഇ കൊമേഴ്സ് എന്ന് വിളിക്കാം അല്ലെ. ട്രഡീഷണൽ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാം, ട്രഡീഷണൽ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ ഒരു കട ഇടുകയാണ്, ആ കടയിൽ നേരിട്ട് പോയി, അതായത് ഫിസിക്കൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങും, അതാണ് ട്രഡീഷണൽ കൊമേഴ്സ്. അപ്പൊ നമുക്ക് ആ ഒരു കടക്കാരുടെ കയ്യിൽ നേരിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കുന്നു, അയാൾ അപ്പൊ തന്നെ നമുക്ക് എന്ത് നൽകുന്നു, സാധനങ്ങൾ നൽകുന്നു. ഓക്കെ, അപ്പൊ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസസ് എന്തൊക്കെയാണ്, അതാണ് നമുക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോ എന്താണ്, ഓൺലൈൻ മാർക്കറ്റ് ആണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ട്രഡീഷണൽ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഫിസിക്കൽ മാർക്കറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാം, ഈ ഇ കൊമേഴ്സിലെ ട്രഡീഷണൽ കൊമേഴ്സില് ലിമിറ്റഡ് വർക്കിംഗ് ഹവേഴ്സ് ആണ് അല്ലെ. ഒരു സെല്ലർ അയാളിപ്പോ ഒരു 9 to രാവിലെ 9 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി ഒരു 10 വരെയാണ് അയാളുടെ ഫിസിക്കൽ ഷോപ്പ് തുറന്നിട്ടുള്ളത് എങ്കിൽ ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗുഡ്സ് വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ ഇ കൊമേഴ്സ് നമുക്കറിയാം 24/7 നമുക്ക് അവൈലബിൾ ആണ്. എപ്പോ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഫോൺ യൂസ് ചെയ്തിട്ട് ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ട്രഡീഷണൽ കൊമേഴ്സ് എന്താണ്, ഫേസ് ടു ഫേസ് ട്രാൻസാക്ഷൻ ആണല്ലേ. നമ്മളിപ്പോ ഒരു ബയറിന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ സെല്ലറിന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു, സെല്ലർ ആ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നൽകുന്നു,
ബയർ അതിന് പകരമായിട്ട് ക്യാഷ് കൊടുക്കുന്നു. ഇതെന്താണ്? ഫേസ് ടു ഫേസ് ട്രാൻസാക്ഷൻ ആണ്. പക്ഷെ ഇ കൊമേഴ്സ് അങ്ങനെയാണോ? ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ് ആണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ഒരു ഡിഫറൻസ് ആണ്, നമ്മളിപ്പോ ഒരു ഫിസിക്കൽ ഷോപ്പ് ഇട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലിമിറ്റഡ് ഏരിയയിലുള്ള കച്ചവടക്കാരെ ബയേഴ്സിനെ മാത്രമേ നമുക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഓൺലൈൻ മാർക്കറ്റ് അങ്ങനെയാണോ? നമുക്ക് ലോകമെമ്പാടുമുള്ള ആളുകളിലേക്ക് നമ്മുടെ പ്രോഡക്ട്സ് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഈ ഇപ്പോ ട്രഡീഷണൽ കൊമേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇ കൊമേഴ്സും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ആണ് ഡെലിവറി. ഇല്ലേ, ഡെലിവറി നമുക്ക് അപ്പൊ തന്നെ കിട്ടുന്നുണ്ട് ഇല്ലേ. അതായത് ഏതിലെ? ട്രഡീഷണൽ കൊമേഴ്സിൽ. ഇ കൊമേഴ്സിൽ നമുക്ക് ഡെലിവറി എന്താണ്? കുറച്ച് ഡിലേ ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇ കൊമേഴ്സിനാണ് കുറച്ച് കോസ്റ്റ് കുറവ് അല്ലെ. അപ്പൊ ബയ്യറിനാണെന്നുണ്ടെങ്കിലും സെല്ലറിനാണെന്നുണ്ടെങ്കിലും കോസ്റ്റ് കുറവ് ഇ കൊമേഴ്സ് വഴി കച്ചവടങ്ങൾ നടത്തുമ്പോഴാണ്. ട്രഡീഷണൽ കൊമേഴ്സിൽ കോസ്റ്റ് വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ട് പേയ്മെന്റ് നടത്താം ഇ കൊമേഴ്സിൽ അല്ലെ. ട്രഡീഷണൽ കൊമേഴ്സിലും പറ്റും ഇപ്പോ അല്ലെ. അപ്പൊ നമുക്ക് UPI, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് പോലെയുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? പൈസ അടക്കാവുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് എഴുതുക. ഇപ്പൊ ഇത് ഒരു റിപ്പീറ്റഡ് ആയിട്ട് 2-3 പ്രാവശ്യം ചോദിച്ച ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദെൻ അതുപോലെ തന്നെ അടുത്ത നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഈ ഒരു ക്വസ്റ്റ്യന്റെ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇ കൊമേഴ്സിന്റെ ബെനിഫിറ്റ് എഴുതാം, അഡ്വാൻറ്റേജസ് എഴുതാം. നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. 24/7 അവൈലബിൾ ആണ്. നമുക്ക് ടൈം ലാഭിക്കാൻ പറ്റും. നമുക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതായത് നമ്മളൊരു ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി മൊബൈൽ വഴി നമ്മൾ സാധനങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പല ടൈപ്സ് ഓഫ് പ്രോഡക്ട്സും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. കുറഞ്ഞ ചെലവിൽ നമുക്ക് സെയിൽസ് നടത്താൻ പറ്റും. ഗ്ലോബൽ റീച്ച്, നമ്മുടെ പ്രോഡക്ട്സിന് ഗ്ലോബൽ മാർക്കറ്റിംഗ് ലഭിക്കും. ഇതൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ. അതുപോലെ തന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ആൻസർ 20 മാർക്ക് എന്നുള്ള ആ ഒരു സ്കോർ നിങ്ങൾ നല്ല രീതിയിൽ ഇതുപോലെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആ ഒരു ആൻസറിനെ മനോഹരമാക്കുക. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ദി ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. ഓക്കെ, ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇതും നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2015 ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഡിജിറ്റലി എംപവേർഡ് സൊസൈറ്റി, അതായത് ഡിജിറ്റൽ ശക്തിയുള്ള ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുക അല്ലെ. അപ്പോ അതായത് ഗവൺമെന്റിന്റെ സർവീസ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഇവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്ത് ജനങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് സെൽഫ് എന്യൂമറേഷൻ വന്നു അല്ലെ. അതായത് നമുക്ക് സെൽഫായിട്ട് നമ്മുടെ വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ചേർക്കാവുന്നതാണ്. പണ്ടൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിൽ വന്നിട്ട് സെൻസസിന് വേണ്ടിയിട്ട് അവര് കണക്കെടുത്ത് പോവുമായിരുന്നു. പക്ഷെ ഇതൊക്കെ ഇപ്പൊ എന്താണ്? ഡിജിറ്റൽ ഇന്ത്യ, അതായത് നമ്മുടെ രാജ്യം ഡിജിറ്റൽ നാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഫലമായിട്ട് എല്ലാതും എന്താണ്? വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഇന്ന് കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാമിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇപ്പൊ ഇവിടെ നമ്മുടെ രാജ്യം ഡിജിറ്റലാക്കണം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. നമുക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ, അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടേ? അതായത് നമ്മളിപ്പോ നമ്മുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ, അതായത് ഈ നമ്മള് എന്താ പറയാ, ഈ ഡിജിറ്റൽ സർവീസസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ റൂറൽ ഏരിയ ആയിക്കോട്ടെ, അർബൻ ഏരിയ ആയിക്കോട്ടെ, നമുക്ക് അതിന് വേണ്ട ഇന്റർനെറ്റ് സൗകര്യം വേണം അല്ലെ. ഇന്റർനെറ്റ് ഇല്ലാതെ നമ്മുടെ രാജ്യത്തിന് എന്ത് ഡിജിറ്റലൈസ്ഡ് നാഷനാക്കി മാറ്റാൻ ഒരു ലോജിക്കില്ല. അപ്പൊ അതിനെന്ത് വേണം? നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ എല്ലായിടത്തും വളരെ സ്പീഡുള്ള നെറ്റ്വർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ദെൻ അതുപോലെ തന്നെ എന്താണ്? ഗവൺമെന്റിന്റെ സർവീസസുകളൊക്കെ ഓൺലൈൻ ത്രൂ ആക്കുക അല്ലെ. അതായത് ജനങ്ങൾക്ക് ഓഫീസുകളിലേക്കൊന്നും പോവാതെ ഓൺലൈനായിട്ട് സർവീസസ് കൊടുക്കുക.
അതുപോലെ തന്നെ വേറൊരു ലക്ഷ്യമാണ് ഡിജിറ്റൽ ലിറ്ററസി. ഓക്കെ, ഡിജിറ്റൽ ലിറ്ററസി അല്ലെ, അതിലെന്താ പറയുന്നത്? ഓക്കെ, ഡിജിറ്റൽ ലിറ്ററസി അല്ലെ. ഡിജിറ്റൽ ലിറ്ററസിയിൽ എന്താണ്? അതായത് എന്താണ്, എല്ലാവർക്കും ഇപ്പൊ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇന്റർനെറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ യൂസ് ചെയ്യാൻ അവർക്ക് അതിനുള്ള ഒരു സാക്ഷരത, വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കണം. നമ്മളെ നാട്ടിൽ ഇന്റർനെറ്റ് ഉണ്ട്, ഗവൺമെന്റ് എല്ലാവരുടെ സർവീസസുകളൊക്കെ ഓൺലൈൻ ത്രൂ ആക്കുന്നുണ്ട്. പക്ഷെ ഇത് യൂസ് ചെയ്യാൻ ജനങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ അതിനുള്ള ഒരു ലിറ്ററസി ആക്ടിവിറ്റി കൊണ്ടുവന്ന് ജനങ്ങളെല്ലാവരെയും അതിനുള്ള യോഗ്യരാക്കി മാറ്റണം. അതുപോലെ തന്നെ ഡിജിറ്റൽ പേയ്മെന്റുകളെ പ്രോത്സാഹിപ്പിക്കുക അല്ലെ, ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻസിനെ പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ IT മേഖലയിലും കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യയുടെ മെയിൻ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ ഇനി അടുത്ത നമുക്ക് നോക്കി നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ? ഓക്കെ, കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഇതും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ? എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, നമ്മളിവിടെ യൂണിറ്റ് 2 അല്ല, ബ്ലോക്ക് 2 ബിസിനസ് ഓർഗനൈസേഷനിൽ പഠിക്കുന്നത് പല ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ് അല്ലെ. അതിൽ നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, പാർട്ണർഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ HUFനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ കമ്പനീനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരേ ആവശ്യങ്ങളുള്ള കുറച്ച് ആളുകൾ സ്വമേധയാ വളണ്ടറിയിൽ ഒരുമിച്ച് ചേർന്ന് പരസ്പര സഹായത്തോട് കൂടിയിട്ട് അവരുടെ എക്കണോമിക്കൽ ആയിട്ടുള്ളതും സോഷ്യൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് രൂപീകരിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണെന്ത്? നമ്മുടെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. അപ്പൊ ഇതെന്താണ്? ഇറ്റ് ഇസ് എ വോളണ്ടറി അസോസിയേഷൻ. ഓക്കെ, അപ്പൊ അതിലുള്ള മെമ്പേഴ്സ് ആരായിരിക്കും? എക്കണോമിക് ഡെവലപ്മെന്റ് ലക്ഷ്യമിട്ട് വരുന്ന മെമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണെന്ത്? ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് അല്ലെ. അതായത് ഒരാൾ എല്ലാവർക്കും, എല്ലാവരും ഒരാൾക്ക് വേണ്ടിയിട്ടും. ഇവിടെ മറ്റ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷന്റെ പോലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് അല്ല. പിന്നെ എന്താണ് മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിലെ മെമ്പേഴ്സിന് ക്വാളിറ്റി ഉള്ള സർവീസസ് കൊടുക്കുക, അവരെ ഡെവലപ്ഡ് ആക്കി എടുക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് പല ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട് അല്ലെ. കോപ്പറേറ്റീവ് ബാങ്കുകളെ കുറിച്ച് നമുക്കറിയാം, കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. അങ്ങനെ പല ടൈപ്സ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. അങ്ങനെ പല ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അതിലെ മെമ്പേഴ്സിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് എന്തുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്നാമതാണ് മ്യൂച്വൽ ഹെൽപ്പ് അല്ലെ, പരസ്പര സഹായങ്ങൾ. പല ഒബ്ജക്റ്റീവ്സുകൾ ഉണ്ട്, എക്കണോമിക്കൽ ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞ പല ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇട്ട ആ ഒരു ഭാഗം നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം. ഇവിടെ നമ്മൾ പറയുന്നത് മ്യൂച്വൽ ഹെൽപ്പ് അല്ലെ, ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള അംഗങ്ങൾ പരസ്പരം സഹായിച്ച് അവരുടെ ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് ഉറപ്പാക്കുക. അതാണ് അവരുടെ മെയിൻ ലക്ഷ്യം. പിന്നെ അതുപോലെ തന്നെ എലിമിനേറ്റ് മിഡിൽ മെൻ. രണ്ടാമത്തെ ഒരു ലക്ഷ്യമാണ് എന്ത്? മിഡിൽ മെന്നിനെ എലിമിനേറ്റ് ചെയ്യുക. അതായത് പ്രൊഡ്യൂസേഴ്സിനെയും കസ്റ്റമേഴ്സിനെയും നേരിട്ട് കണക്ട് ചെയ്ത് ഇടനിലക്കാരെന്ന് പറഞ്ഞാൽ ആരാ? ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, ഇവരുടെ ഒരു ചൂഷണം ഒഴിവാക്കൽ. അതുപോലെ തന്നെ അടുത്ത എന്താണ്? പ്രൊവൈഡ് ബെറ്റർ സർവീസസ്
അതായത് മെമ്പേഴ്സിന് കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് നൽകുക. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ളവരുടെ ഇൻകംസ് അല്ലെ, അതുപോലെ തന്നെ അവരുടെ ജീവിത നിലവാരങ്ങളൊക്കെ മെച്ചപ്പെടുത്തുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിൽ തന്നെ എക്കണോമിക് ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് പല ടൈപ്സിൽ തരംതിരിച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ റെഫർ ചെയ്ത് പോകണം. അതുപോലെ തന്നെ അടുത്ത് നോക്കി നോക്കൂ, എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ്സ് ആൻഡ് സ്റ്റേജ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, PLC അല്ലെ. എന്താണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് നമ്മള് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആദ്യമായിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ഞാനത് മാർക്കറ്റിലേക്ക് അത് ഇറക്കി. അത് മുതല് ആ പ്രൊഡക്റ്റ് പിന്നീട് മാർക്കറ്റിൽ നിന്ന് പോകുന്നത് വരെയുള്ള ആ ഒരു പ്രൊഡക്റ്റിന്റെ ലൈഫ് പീരീഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു മനുഷ്യൻ എങ്ങനെയാണ് ആദ്യം ജനിക്കുന്നു, എന്നിട്ട് അതിന്റെ ഓരോരോ വളർച്ചകൾ ഉണ്ടായിരിക്കും അല്ലെ. അതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ അല്ലെ. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, വയസ്സാവുന്നു, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ നമ്മൾ എന്തെങ്കിലും മരിച്ചു പോകുന്നു അല്ലെ. അപ്പോ അതുപോലെ തന്നെയാണ് ഒരു പ്രോഡക്റ്റും. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് വരുന്നു, ദെൻ അത് ഔട്ടായിട്ട് പോകുന്നത് വരെയുള്ള ആ ഒരു ഘട്ടങ്ങളെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ആൻഡ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. അപ്പൊ ആ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ എന്താണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു. ദെൻ നമുക്ക് അതിന്റെ കുറച്ച് സ്റ്റേജസ് നോക്കി നോക്കാം. ഇതില് ഒന്നാമത്തെ സ്റ്റേജ് ആണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജ് ഗ്രോത്ത് സ്റ്റേജ്, മൂന്നാമത്തെ സ്റ്റേജ് മെച്ചൂരിറ്റി സ്റ്റേജ്, നാലാമത്തെ സ്റ്റേജ് ഡിക്ലൈൻ സ്റ്റേജ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എന്താ ഉണ്ടാവുക, ഒരു പ്രോഡക്റ്റ് നമ്മൾ ആദ്യമായിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും ആ ഒരു പ്രോഡക്റ്റിന്റെ അവസ്ഥ, എന്തായിരിക്കും, സെയിൽസ് വളരെ കുറവായിരിക്കും. കാരണം ആളുകൾക്ക് ഇതിനെ കുറിച്ച് അറിയുന്നില്ല. പരസ്യ ചെലവ് അല്ലെ, അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. കാരണം എന്താ, ഇത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് എന്ന് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പരസ്യങ്ങൾ ചെയ്യണം അല്ലെ. ചിലപ്പോ നമുക്ക് ആ ഇറക്കുന്ന സമയത്ത് എന്താണ്, നമുക്ക് ചിലപ്പോ ലാഭം കിട്ടിക്കൊള്ളുന്നില്ല, നഷ്ടമായിരിക്കാം അല്ലെ. അതുപോലെ തന്നെ അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പൊ ഇതാണ് ഇൻട്രൊഡക്ടറി സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോ എന്താണ്, ഈ ഒരു ഗ്രോത്ത് സ്റ്റേജ് എത്തുമ്പോ ആളുകൾ ആ ഒരു പ്രോഡക്ട്സിനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. ആളുകൾക്കിടയിൽ ആ ഒരു പ്രോഡക്റ്റ് കുറച്ച് പോപ്പുലർ ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ സെയിൽസ് കൂടും അല്ലെ. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എന്താ അവിടെ സംഭവിക്കുന്നത്, സെയിൽസ് കൂടും. സെയിൽസ് കൂടുമ്പോ എന്താ സംഭവിക്കുക, ലാഭം ഉണ്ടാവും അല്ലെ. പുതിയ പുതിയ കസ്റ്റമേഴ്സ് നമ്മുടെ പ്രോഡക്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് എത്തും. അപ്പൊ എന്താ അവിടെ സംഭവിക്കുക, കോമ്പറ്റീഷൻ കൂടും അല്ലെ. നമ്മൾ നല്ലൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി, അതിന് നല്ലൊരു ഡിമാൻഡ് ഉണ്ട് എന്ന് കാണുമ്പോ അതേപോലെ സെയിം പ്രോഡക്റ്റ് മറ്റു കമ്പനികൾ ഇറക്കാൻ തുടങ്ങും. അപ്പൊ അവിടെ എന്ത് തുടങ്ങും, കോമ്പറ്റീഷൻ കൂടും. അതാണ് രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്ന മാറ്റങ്ങൾ. ദെൻ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ മെച്യൂരിറ്റി സ്റ്റേജ്. മെച്യൂരിറ്റി സ്റ്റേജിൽ എന്താ പറയുന്നത്, ഒരു പ്രോഡക്റ്റിന് ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്ന ഒരു ഘട്ടമാണിത് അല്ലെ. അതായത് സെയിൽസ് ഏറ്റവും പീക്ക് ലെവലിൽ എത്തുന്നു, കോമ്പറ്റീഷൻ വളരെ അധികം സ്ട്രോങ് ആകുന്നു. അതുപോലെ തന്നെ എന്താണ്, പ്രോഫിറ്റ് ആണെങ്കിൽ അത്യാവശ്യം നമുക്കൊരു സ്ഥിരമായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാകുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൈസ് കുറവുകളും ഒരുപാട് ഓഫറുകളും നൽകി കസ്റ്റമേഴ്സിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആകർഷിക്കും. അപ്പോഴും എന്താ അവിടെ സംഭവിക്കുന്നത്, കോമ്പറ്റീഷൻ കൂടുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ അടുത്തതാണ് ഡിക്ലൈൻ സ്റ്റേജ് അല്ലെ. അതായത് നാലാമത്തെ സ്റ്റേജ് ആണ്. ഇപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് എന്ത് ചെയ്യും, ഈ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കുറയും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, അവിടെ നമ്മുടെ സെയിൽസ് കുറയും അല്ലെ. അതായത് സെയിൽസ് കുറയുന്നു. അപ്പൊ സെയിൽസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രോഫിറ്റ് കുറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ പുതിയ പ്രോഡക്ട്സുകള് പഴയതിനേക്കാളും കൂടുതൽ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്നു അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ പ്രോഡക്ട്സ് നമുക്ക് വിഡ്രോ ചെയ്യേണ്ടി വരും, പിൻവലിക്കേണ്ടി വരും. കാരണം അതിനേക്കാളും നല്ല നല്ല പ്രോഡക്ട്സിന് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ ടച്ച് ഫോൺ വന്നു, അപ്പൊ അതിനു മുന്നേ ഇറങ്ങിയിട്ടുള്ള നോക്കിയ ഫോൺ അല്ലെ, അതെന്തായി മാറി,
അത് ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ട് എല്ലാവരും കയ്യിലും വാങ്ങിയിട്ടുള്ള ഒരു ഫോണായിരുന്നു. പക്ഷെ പുതിയ പുതിയ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ ഫോണുകൾ മാർക്കറ്റിലേക്ക് എത്തിയത് കൊണ്ട് എന്ത് ചെയ്തു, ആ ഒരു സെറ്റ് ഫോൺ നമ്മൾ എന്ത് ചെയ്തു, വിഡ്രോ ചെയ്തു അല്ലെ. പിന്നീട് നമ്മൾ ആ കമ്പനി ആ ഒരു ഫോൺ ഇറക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഇതാണ് എന്ത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു 5 മാർക്കിനൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പൊ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, വളരെയധികം പുതിയ ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അതായത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു കോൺസെപ്റ്റ് ആണ്. ഇവിടെ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ വളരെയധികം ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനി, അതായത് വളരെയധികം വളർച്ചയ്ക്ക് സാധ്യതയുള്ള ഒരു കമ്പനി, സ്റ്റാർട്ടപ്പ് അല്ലെ. പുതുതായിട്ട് ഞാനൊരു കമ്പനി തുടങ്ങുകയാണ്, അത് വളരെയധികം ഞാനൊരു ഐഡിയ കൊണ്ടുവന്നു. അപ്പോ ആ ഒരു കമ്പനി ഞാൻ പുതിയതായിട്ട് ഇറക്കുകയാണ് അല്ലെ. അപ്പൊ അവിടെ എന്താണ്, അത് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അപ്പൊ അവിടെ അങ്ങനെ ഒരു കമ്പനി വരുമ്പോൾ എന്താ സംഭവിക്കുക, അത് ലാഭകരമാവുന്ന ഒരു ഐഡിയ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈ നമ്മുടെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്താ ചെയ്യാ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് കൊടുക്കുക. അപ്പൊ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ ഷെയറുകൾ വാങ്ങി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന നിക്ഷേപകനാണ് എന്ത്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവരെന്താ ചെയ്യാ, കമ്പനിയുടെ ഓണർഷിപ്പിൽ നിന്ന് ഒരു ലാഭം അവർക്ക് കിട്ടുകയും കമ്പനി വളരുന്നതിനനുസരിച്ച് അവർക്ക് ലാഭം ഇങ്ങനെ കൂടി വരും അല്ലെ. അപ്പൊ സാധാരണ നമ്മളിപ്പോ ഈ ബാങ്കുകളിൽ നിന്ന് ലോണൊക്കെ എടുക്കാൻ മടി കാണിക്കുന്ന കുറച്ച് സ്റ്റാർട്ടപ്പ് പുതിയ ബിസിനസ്സുകാരുണ്ടാവില്ലേ, അപ്പൊ അവർക്കൊക്കെ ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ വെഞ്ചർ ക്യാപിറ്റൽ വഴി ഫണ്ട് കണ്ടെത്താവുന്നതാണ്. അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ കമ്പനി ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, കമ്പനി എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട് അല്ലെ. കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമപ്രകാരം കമ്പനീസ് ആക്ട് വഴി രജിസ്റ്റർ ചെയ്ത് രൂപീകരിക്കുന്ന കമ്പനിയുടെ മെമ്പേഴ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ഉള്ള ഒരു ബിസിനസ് സ്ഥാപനമാണ് അല്ലെ. അതായത് കമ്പനി വേറെയാണ്, ഓണേഴ്സ് വേറെയാണ്. അതായത് കമ്പനിക്ക് സ്വന്തം പേരിൽ അസറ്റുകൾ വാങ്ങാൻ പറ്റും, കേസ് കൊടുക്കാൻ പറ്റും അല്ലെ, കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാൻ പറ്റും. ഓക്കെ, അപ്പൊ പല ടൈപ്സ് ഓഫ് കമ്പനികൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ടാറ്റ കൺസൾട്ടൻസി അല്ലെ, അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ്, അങ്ങനെ പല ടൈപ്സ് ഓഫ് കമ്പനികൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ട്. അപ്പൊ കമ്പനിയുടെ ഒരു ഡെഫിനിഷൻ ചോദിച്ചാൽ എന്താ എഴുതാം, കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ created by law, having a separate legal entity, perpetual succession and a common seal. ഓക്കെ, അപ്പോ അതാണ് അതിന്റെ ഒരു ഡെഫിനിഷൻ. അപ്പൊ നമുക്ക് നോക്കി നോക്കാം കമ്പനിയുടെ പ്രധാനപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട്. അതിൽ ഒന്നാമത്തതാണ് സെപ്പറേറ്റ് ലീഗൽ എന്റിറ്റി അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കമ്പനി അതിന്റെ ഓണേഴ്സിൽ നിന്ന് അഥവാ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് എന്താണ്, സെപ്പറേറ്റഡ് ആണ് അല്ലെ. അതായത് കമ്പനി എന്ന് പറയുന്നത് എന്താണ്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതായത് കമ്പനിക്ക് സ്വന്തമായിട്ട് അവരുടെ കമ്പനിയുടെ പേരിൽ സ്വത്ത് വാങ്ങാം, കമ്പനിക്ക് എതിരെ കേസ് കൊടുക്കാം, സ്വന്തം പേരിൽ കേസ് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതായത് ഒരു മനുഷ്യനെ പോലെ, ആർട്ടിഫിഷ്യൽ പേഴ്സണെ പോലെയാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. അത് ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും രണ്ടാണ്. നമ്മൾ വിചാരിക്കും ഇതിന്റെ ഓണേഴ്സ് തന്നെയല്ലേ ഇതിന്റെ കമ്പനി, കമ്പനിയുടെ ഓണേഴ്സും കമ്പനിയും ഒന്നല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല, കമ്പനി എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, ഓണേഴ്സ് വേറെ കമ്പനി വേറെ അല്ലെ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫീച്ചർ ആണ് പെർപെച്വൽ സക്സീഷൻ. അതായത് നമുക്കിപ്പോ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് മരിച്ചാലും കമ്പനിക്ക് കമ്പനി അവിടെ അവസാനിക്കുന്നില്ല അല്ലെ. അംഗങ്ങൾ മാറുക അല്ലെങ്കിൽ മരിക്കുക അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ പോലും കമ്പനി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട് അല്ലെ. ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, മെയിൻ ഫീച്ചേഴ്സ് ആണ് ലിമിറ്റഡ് ലയബിലിറ്റി ആണ് അല്ലെ. ഷെയർ ഹോൾഡേഴ്സിന്റെ ലയബിലിറ്റി
ലൈബിലിറ്റി അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഓഹരിയുടെ അളവിൽ വാല്യൂവിൽ മാത്രമായിരിക്കും അല്ലെ. അതാണ് അതായത് ഇപ്പൊ കമ്പനിക്ക് വമ്പൻ നഷ്ടം വന്നു അതെന്ന് വിചാരിച്ചിട്ട് ഒരു ഷെയർ ഹോൾഡർ അയാളുടെ പേഴ്സണൽ അസറ്റ് എടുത്തിട്ട് കമ്പനിയുടെ ചെലവ് വഹിച്ചോളണം എന്ന് നിർബന്ധമില്ല. കാരണം അയാൾ ആ കമ്പനിയിലേക്ക് എത്ര രൂപയാണോ കൊണ്ടുവരാമെന്ന് പറഞ്ഞത് അല്ലെ, ആ എമൗണ്ട് കൊടുക്കുക എന്ന് മാത്രമേ എന്താണ് ഒരു ഷെയർ ഹോൾഡറിന്റെ ബാധ്യതയുള്ളൂ. ദെൻ അതുപോലെ തന്നെ കോമൺ സീൽ ഉണ്ട് അല്ലെ. അതായത് കമ്പനിക്ക് എന്തുണ്ട്, കോമൺ സീൽ ഉണ്ട്. അതായത് നമ്മളിപ്പോ കോമൺ സീൽ എന്ന് പറയുമ്പോ കമ്പനിയുടെ സൈൻ ആണ്. ദെൻ അതുപോലെ തന്നെ എന്താണ്, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ. ഒരു പബ്ലിക് കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ ഷെയറുകൾ എന്ത് ചെയ്യാം, മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ നമുക്ക് കൈമാറാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ സെപ്പറേറ്റ് പ്രോപ്പർട്ടി അല്ലെ. അതായത് കമ്പനിയുടെ സ്വത്ത് എന്ന് പറയുന്നത് ആരുടേതാണ്, കമ്പനിയുടേതാണ് അല്ലെ. അതില് ഷെയർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ അതായത് ഇപ്പൊ ഈ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ സ്വത്തില് ലീഗലി ഒരു ഉടമസ്ഥാവകാശവും ഇല്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് എന്ത്, നമ്മുടെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ അല്ലെ. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, അതുപോലെ തന്നെ അങ്ങനെയുള്ള സെപ്പറേറ്റ് പ്രോപ്പർട്ടി, ആർട്ടിഫിഷ്യൽ പേഴ്സൺ, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് കൂടെ ഇതിലുണ്ട്. ദെൻ അതുപോലെ തന്നെ അടുത്ത നോക്കി നോക്കാം നമുക്ക്. ഈ വാട്ട് ഈസ് പ്ലാനിങ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് പ്ലാനിങ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്കറിയാം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ. നമ്മുടെ പ്ലാനിങ്ങിന്റെ ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, ഹൗ ആൻഡ് വെൻ ആൻഡ് ദേ ഹു ആൻഡ് ബൈ ഹു അല്ലെ. അതായത് ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണം, ആര് ചെയ്യണം എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആൻഡ് നേച്ചർ, ഇനി ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. എന്താണ് പ്ലാനിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഗോൾ ഓറിയന്റഡ് ആണ്, ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണ് അല്ലെ, മാനേജ്മെന്റിന്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ ആണ്, ഫ്ലെക്സിബിൾ ആണ്, പെർവാസീവ്നെസ് ആണ് അല്ലെ. അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ദെൻ വേറൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്താണ് ബിസിനസ്, എന്താണ് പ്രൊഫഷൻ, എന്താണ് എംപ്ലോയ്മെന്റ് എന്നുള്ളത് നിങ്ങൾ എഴുതി ചേർക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിന്റെ ഡിഫറൻസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ്, ലാഭത്തിന് വേണ്ടിയിട്ട് അല്ലെ. അതായത് ബിസിനസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. പ്രൊഫഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് എന്താണ്, നമ്മള് ഒരു സ്കിൽഡ് ആയിട്ടുള്ള അല്ലെ, അതായത് സർവീസ് കൊടുക്കുക അല്ലെ. അയാൾ ഏത് മേഖലയിലാണോ അയാൾ കഴിവ് തെളിയിച്ചിട്ടുള്ളത്, ഇപ്പൊ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ സർവീസസ് കൊടുക്കുന്നു, ദെൻ ലോയർ ആണെന്നുണ്ടെങ്കിൽ ലീഗൽ സർവീസസ് കൊടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ ഈ എന്താണ്, നമ്മുടെ ഇപ്പോ ഒരു ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന റിട്ടേൺ പ്രോഫിറ്റ് ആണ്. പ്രൊഫഷന് കിട്ടുന്ന റിട്ടേൺ എന്താണ്, ഫീസ് ആണ്. എംപ്ലോയിക്ക് കിട്ടുന്ന റിട്ടേൺ എന്താണ്, സാലറി ആണ് അല്ലെ. പിന്നെ ക്വാളിഫിക്കേഷൻ അല്ലെ. ഒരു ബിസിനസ് മാൻ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ വേണോ, വേണ്ട, നിർബന്ധമില്ല അല്ലെ. പക്ഷെ നമ്മുടെ ഒരു പ്രൊഫഷണൽ ആണ് എന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം, നിർബന്ധമാണ് അല്ലെ. അതായത് ക്വാളിഫിക്കേഷൻ, അതത് മേഖലകളിൽ അയാൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അയാൾക്ക് പ്രൊഫഷണൽ ആവാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അയാളുടെ ജോലിക്കനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ അയാൾക്ക് വേണ്ടി വരും. ദെൻ അതുപോലെ തന്നെ റിസ്കിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നത് ആരാണ്, ബിസിനസ് ആണ്. നമുക്ക് അറിയില്ല ഭാവിയിൽ പ്രോഫിറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. രണ്ടാമത്തെ റിസ്ക് എടുക്കുന്നത് ആരാണ്, പ്രൊഫഷൻ ആണ് അല്ലെ. അതായത് ചിലപ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകളുടെ എണ്ണം കൂടുന്നതിൽ, പേഷ്യൻസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അയാൾക്ക് എന്ത് കിട്ടും, നല്ലൊരു ഏർണിങ്സ് കിട്ടും. ചില സമയങ്ങളിൽ പേഷ്യൻസ് ഇല്ലെങ്കിൽ അയാൾക്ക് വളരെയധികം എന്താണ്, നഷ്ടമായിരിക്കും, കൂടുതൽ പേയ്മെന്റ് ഒന്നും കിട്ടൂല.
അല്ലെ? ഒരു റിസ്ക്കും ഇല്ലാത്തതാണ് എന്ത് നമ്മുടെ എംപ്ലോയ്മെന്റ്. നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ജോലി ചെയ്തിട്ട് ക്യാഷ് വാങ്ങുക. ഓക്കെ. ഇനി ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ക്യാപിറ്റൽ നിർബന്ധമാണ്, ഇല്ലേ? അതുപോലെ തന്നെ പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിലും ചെറിയ തോതിൽ എന്തെങ്കിലും ക്യാപിറ്റൽ വേണ്ടി വരും. പക്ഷെ ഒരു എംപ്ലോയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ വേണോ? വേണ്ട, അല്ലെ? ദെൻ അതുപോലെ തന്നെ അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് എന്നുള്ളതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഓക്കെ. ദെൻ അതിനുശേഷം അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. എന്താണ് ലീഡർഷിപ്പ്, അതുപോലെ തന്നെ അതിന്റെ ഫങ്ഷൻസ് ആൻഡ് സ്റ്റൈൽ. നമുക്കറിയാം ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾ, അല്ലെ? അതായത് ഒരു വ്യക്തി ലീഡർ, അതാണ് ലീഡർ. ലീഡർ എന്താ ചെയ്യുന്നത്? മറ്റുള്ളവരെ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവുകൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുകയും അവരെ നയിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ലീഡർഷിപ്പിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലീഡറിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഗോൾ ഓറിയന്റഡ് ആണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഗുഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെ? അതായത് ഫോളോവേഴ്സുമായിട്ട് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തണം, മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ. ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് ലീഡർഷിപ്പ്. എന്തൊക്കെയാണ് ഒരു ലീഡർ ചെയ്യുന്ന പ്രധാന പ്രവർത്തനങ്ങൾ? എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക, സബോർഡിനേറ്റിനെ ഗൈഡ്ലൈൻ ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക, അല്ലെ? ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക, എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? സ്റ്റൈൽസ്, ലീഡർഷിപ്പ് സ്റ്റൈൽസ്, ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, ലൈസിസ് ഫെയർ സ്റ്റൈൽ, അല്ലെ? അപ്പൊ അത് നോട്ട് ചെയ്യും. ദെൻ അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് മോട്ടിവേഷൻ എന്താണ് എന്നുള്ളത്, അല്ലെ? എന്താണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് വരുന്ന വേറൊരു ക്വസ്റ്റ്യനും കൂടെ വരുന്നുണ്ട്. വാട്ട് ഈസ് മോട്ടിവേഷൻ? എക്സ്പ്ലെയിൻ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. ഓക്കെ. എന്താണ് നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മള് ഒരു നമ്മുടെ ആവശ്യങ്ങളാണ്, ഒരു മനുഷ്യന്റെ നീഡാണ് എന്ത്? അയാൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. അതിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പേപ്പറിൽ പല ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ തിയറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് നമ്മുടെ മാസ്ലോസിന്റെ നീഡ് ഹൈറാർക്കി തിയറി. മാസ്ലോ പറയുന്നത് എന്താണ്? ഒരു മനുഷ്യന്റെ നീഡ്സ് എന്ന് പറയുന്നത്, ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഒരാവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന് അടുത്ത ആവശ്യം വരും, അല്ലെ? അപ്പോ ഈ മനുഷ്യന്റെ ആവശ്യങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? മുൻനിർത്തി മാസ്ലോ 5 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് ഫിസിയോളജിക്കൽ നീഡ്. രണ്ടാമത്തെ ലെവലാണ് നമ്മുടെ സേഫ്റ്റി നീഡ്. മൂന്നാമതാണ് സോഷ്യൽ നീഡ്, അല്ലെ? ദെൻ അതുപോലെ തന്നെ നാലാമത്തതാണ് എസ്റ്റീം നീഡ്. അഞ്ചാമത്തതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഓക്കെ. അപ്പൊ ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യന് ആദ്യം വേണ്ടത് ബേസിക് നീഡ്സ് ആണ്. അതായത് വീട്, ഓക്സിജൻ, അതുപോലെ തന്നെ വാട്ടർ, ഫുഡ്, ഡ്രസ്സ്, ഇതൊക്കെ ഒരു മനുഷ്യന് അത്യാവശ്യം വേണ്ടതാണ്. ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ വേറെ എന്ത് പറഞ്ഞാലും അയാൾ മോട്ടിവേറ്റഡ് ആവില്ല. അപ്പൊ മാസ്ലോ പറയുന്നത് ഒരു ലെവൽ, അതായത് ഈ 5 ലെവലില് ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ലെവൽ സാറ്റിസ്ഫൈ ചെയ്താലാണ് ഈ ആളുകൾക്ക് അടുത്തൊരു നീഡ് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിരമിഡ് ഒക്കെ വരച്ചിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് നോക്കുക. ദെൻ അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ബിസിനസ് എത്തിക്സ്? എക്സ്പ്ലെയിൻ ഇറ്റ്സ് പ്രിൻസിപ്പിൾസ്, അല്ലെ? ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ഇറ്റ് ഈസ് ദാറ്റ് മോറൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗൈഡ് ബിസിനസ് ബിഹേവിയർ. അതായത് ഒരു ബിസിനസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ചെയ്യരുത് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ പറയുന്ന പേരാണ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനം എന്താണ് ശരി, എന്താണ് തെറ്റ്, അല്ലെ? അങ്ങനെയുള്ള വളരെ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന മോറൽ പ്രിൻസിപ്പിൾസും റൂൾസുമാണ് നമ്മൾ പറയുന്നത് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം: ബിസിനസ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട എല്ലാ പെരുമാറ്റ ചട്ടങ്ങളെയും ബിസിനസ് എത്തിക്സ് എന്ന് പറയും.
ഓക്കെ, അപ്പൊ ഈ ബിസിനസ് എത്തിക്സിന്റെ എന്തിനാണ് ഈ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണ്? അതായത് ഹോണസ്റ്റി അല്ലെ, അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി, ഫെയർനെസ്, അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, റെസ്പെക്ട് ടു സ്റ്റേക്ക് ഹോൾഡർ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതെ, അതുപോലെ തന്നെ അടുത്ത നോക്കി നോക്കാം. വാട്ട് ഈസ് ഇന്നോവേഷൻ? എക്സ്പ്ലെയിൻ ഇറ്റ്സ് ടൈപ്സ് ഓഫ് പ്രോസസ്. അല്ലെ, എന്താണ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പുതിയൊരു പ്രോഡക്ട്സ്, സർവീസസ് അല്ലെ, അതായത് പുതിയ ഐഡിയകള്, പുതിയ പ്രോഡക്ട്സ്, പുതിയ സർവീസസ് അല്ലെങ്കിൽ പുതിയ മെത്തേഡ്സുകളൊക്കെ അവതരിപ്പിച്ച് കസ്റ്റമേഴ്സിനും സ്ഥാപനങ്ങൾക്കും കൂടുതൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ പുതിയ ഐഡിയകളെ വളരെ എഫക്റ്റീവ് ആയിട്ട് നടപ്പിലാക്കി പുതിയ പുതിയ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അതായത് പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും അത് കണ്ടുപിടിക്കുക, അങ്ങനെയല്ല. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഫോൺ ആദ്യമായിട്ട് കണ്ടുപിടിച്ചു, അതിന് ഇൻവെൻഷൻ എന്ന് പറയും. ഈ ഫോണിനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പല പല മാറ്റങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നു. ആ ഒരു മാറ്റങ്ങളെ നമുക്ക് ഇന്നോവേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ എന്താണ് ഇന്നോവേഷൻ, അതിന്റെ ടൈപ്സ് ആൻഡ് പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പല ടൈപ്സ് ഓഫ് ഇന്നോവേഷൻസ് ഉണ്ട്. പ്രൊഡക്റ്റ് ഇന്നോവേഷൻ, പ്രോസസ്സ്, മാർക്കറ്റിംഗ് ഇന്നോവേഷൻ, ഓർഗനൈസേഷണൽ ഇന്നോവേഷൻ. ഇതിന്റെ പ്രോസസ്സ് നോക്കി എങ്ങനെയാണ് നമ്മൾ ഇന്നോവേഷൻ നടത്തുക? ആദ്യം നമ്മൾ ഐഡിയ ജനറേറ്റ് ചെയ്യണം, അത് സ്ക്രീൻ ചെയ്യണം, എന്നിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കണം, എന്നിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യണം, ദെൻ അത് ലാസ്റ്റ് ആണ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. ദെൻ ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദി ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് നമുക്കറിയാം സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, ജോയിന്റ് ഇൻടു ഫാമിലി ബിസിനസ്, കോർപ്പറേറ്റ് സൊസൈറ്റി അല്ലെ, അതുപോലെ തന്നെ കമ്പനി, അങ്ങനെ പല ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓരോന്നായിട്ടും അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഒക്കെ എഴുതിയിട്ട് നിങ്ങൾ ആ ഒരു ഭാഗം 20 മാർക്കിനുള്ളത് നോക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ്. ഇതിനെ കൂടാതെ പല ക്വസ്റ്റ്യൻസ് ഇനിയും വരാം. നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ നന്നായിട്ട് അതിന്റെ അനാലിസിസ് ഒക്കെ നടത്തണം. അതിന് ശേഷം ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് നോക്കുക. അപ്പൊ ഇതാണ് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് പഠിച്ചിട്ട് ഓരോ പോയിന്റ് വൈസ് ഒക്കെ നിങ്ങൾ ഈ ആൻസർ ഷീറ്റിൽ എഴുതുക. വളരെ വൃത്തിയായിട്ട് നമ്പറൊക്കെ ഇട്ടിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റുകൾ ഹൈലൈറ്റ് ഒക്കെ ചെയ്തിട്ട് വളരെ നീറ്റായിട്ട് എക്സാം എഴുതുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പൊ ഓക്കെ, ശരി, താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.